2 വർഷം കൊണ്ട് 850 കോടി ചെലവിൽ ബീഹാറിൽ ഒരു സീതാക്ഷേത്രം പണിയും. ക്ഷേത്രങ്ങളൊക്കെ പണിയുന്നത് നല്ലത് തന്നെയാണ്, വേണ്ട എന്നൊന്നുമല്ല. പണ്ടത്തെ ക്ഷേത്രമാണെങ്കിൽ പണ്ടത്തെ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടെ ട്രേഡ് നടക്കും, എക്കണോമിക് ആക്ടിവിറ്റീസ് പണ്ടത്തെ ക്ഷേത്രങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് നടക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് അമ്പലം മാത്രം മതിയോ? പള്ളി വേണ്ടേ? ചർച്ച് വേണ്ടേ? എല്ലാം വേണം. പക്ഷേ ഈ പള്ളി ആയാലും ചർച്ച് ആയാലും അമ്പലമായിരുന്നാലും ശരി, സ്കൂളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും ഒക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഗുണം ഇതിൽ നിന്നും കിട്ടുമോ? ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളിൽ നിന്നും, അതായത് അമ്പലം, പള്ളി, ചർച്ച് കിട്ടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2 വർഷം കൊണ്ട് 850 കോടി ചെലവിൽ ബീഹാറിൽ ഒരു സീതാക്ഷേത്രം പണിയും. ക്ഷേത്രങ്ങളൊക്കെ പണിയുന്നത് നല്ലത് തന്നെയാണ്, വേണ്ട എന്നൊന്നുമല്ല. പണ്ടത്തെ ക്ഷേത്രമാണെങ്കിൽ പണ്ടത്തെ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടെ ട്രേഡ് നടക്കും, എക്കണോമിക് ആക്ടിവിറ്റീസ് പണ്ടത്തെ ക്ഷേത്രങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് നടക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് അമ്പലം മാത്രം മതിയോ? പള്ളി വേണ്ടേ? ചർച്ച് വേണ്ടേ? എല്ലാം വേണം. പക്ഷേ ഈ പള്ളി ആയാലും ചർച്ച് ആയാലും അമ്പലമായിരുന്നാലും ശരി, സ്കൂളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും ഒക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഗുണം ഇതിൽ നിന്നും കിട്ടുമോ? ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളിൽ നിന്നും, അതായത് അമ്പലം, പള്ളി, ചർച്ച് കിട്ടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.